നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പനെയും നമ്മുടെ ഗ്രാമാലയങ്ങളെയും വിളിച്ചുണർത്തുന്ന അതിവിശിഷ്ടമായ ഹരിനാമകീർത്തനം തുടരുന്നു. രണ്ടാമത്തെ ശ്ലോകം. ഒന്നായ നിന്നെ ഇക രണ്ടെന്നോ കണ്ടളവിലുണ്ടായൊരിണ്ടൽബതമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കലിക നാരായണായ നമ. ഒന്നു മാത്രമായി വിളങ്ങുന്ന അങ്ങയെ, പരമാത്മസത്യത്തെ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാൻ ഇടയായതിൽ വന്നു ചേർന്ന ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്ക് മുൻപെന്ന പോലെ ഒന്നു മാത്രമായി അനുഭവപ്പെടാൻ അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിയണമേ. അല്ലയോ പാപകാര്യ നാരായണ, അങ്ങേക്ക് നമസ്കാരം. അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ പരമാത്മ ചൈതന്യം ബ്രഹ്മം ഒന്നു തന്നെയാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു വിളങ്ങുന്നത്. സർവേശ ചൈതന്യം ഒന്നു തന്നെ നിറഞ്ഞിരിക്കുന്നു ജഗത്തിലെല്ലാം. സൂക്ഷ്മാതിസൂക്ഷ്മവും സ്ഥൂലാതിസ്ഥൂലവുമായ ആ ചൈതന്യം സർവചരാചരങ്ങളിലും, മനുഷ്യരിലും, മൃഗങ്ങളിലും, പക്ഷികളിലും, വൃക്ഷങ്ങളിലും എന്ന് വേണ്ട തൂണിലും തുരുമ്പിലും വരെ സ്ഥിതി ചെയ്യുന്നു. പരമാർത്ഥ ചിന്തയിൽ പരനും ജ്ഞാനും ഭവാനും ഒന്നു തന്നെയാണ്. വേദമഹാവാക്യങ്ങളിൽ ഒന്നായ തത്വമസി ഈ ആശയമാണ് സൂചിപ്പിക്കുന്നത്. കേവലം ഒന്നു മാത്രമായ ബ്രഹ്മത്തെ, പരമാത്മാവിനെ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാൻ ഇടയായതിൽ അതിയായ സംസാര ദുഃഖത്തിന് കാരണമായി തീർന്നു. പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ജഡവസ്തുവിലും ചൈതന്യത്തിന്റെ അംശം ഉൾക്കൊണ്ടിരിക്കുന്നു. ജീവനും ഈശ്വരനും വേറെ വേറെയാണെന്നുള്ള കാഴ്ചപ്പാട് മായാശക്തി മൂലമുണ്ടാകുന്നതാണ്. യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് തോന്നിക്കുന്നതും ഇല്ലാത്തതുമായ മായയുടെ മറ ജ്ഞാനപ്രകാശം നീങ്ങിക്കിട്ടുമ്പോൾ ജീവനും ബ്രഹ്മവും രണ്ടല്ല ഒന്നു തന്നെ എന്ന സത്യം വെളിവാകും. സൂര്യൻ ഒന്നേയുള്ളൂ, പക്ഷേ അതിന്റെ പ്രതിബിംബം ഓരോ തരത്തിൽ മാറി മാറി കാണാനിടയാകുന്നു. നിറം പിടിച്ച സ്ഫടികത്തിലൂടെ സൂര്യനെ കണ്ടാൽ സൂര്യനും ആ നിറമുള്ളതായി തോന്നും. ഓളം വെട്ടുന്ന ജലത്തിൽ പ്രതിഫലിക്കുമ്പോൾ ഒരു സൂര്യനെ തന്നെ അനേകമായി കാണാമല്ലോ. അകന്ത സൃഷ്ടിച്ച മായ ജ്ഞാനപ്രകാശം കൊണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ സർവ്വതും ഒന്നു തന്നെയെന്ന് ബോധമുണ്ടാകും. തീവ്രമായ ഉപാസന കൊണ്ടും ഗുരു കാരുണ്യം കൊണ്ടും ആത്മജ്ഞാനം നേടിയ യോഗിക്ക് അദ്വൈത ബോധമുദിക്കുകയും ദ്വന്ദ്ങ്ങൾ, സുഖദുഃഖങ്ങൾ, ജയപരാജയങ്ങൾ, രാഗദ്വേഷങ്ങൾ തുടങ്ങിയവ നശിക്കുകയും ചെയ്യും. എല്ലാം ഒന്നാണ്, അന്യമായി ഒന്നുമില്ലെന്നുള്ള അവസ്ഥയിൽ ഒരാൾക്ക് ഭയം എവിടെ ഉണ്ടാവാനാണ്? നിർഭയനും സർവതന്ത്ര സ്വതന്ത്രനുമായ ആത്മജ്ഞാനി ജീവൻ മുക്തനായി തീരുന്നു. ആ അവസ്ഥയിലെത്താൻ തനിക്കുള്ള ജന്മത്തിൽ തന്നെ ഇടയാക്കേണ്ടതിലേക്ക് നാരായണ കൃപയുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. താൻ ദേഹമല്ല എന്ന അറിവുണ്ടാകുന്ന ആത്മജ്ഞാനിക്ക് എല്ലാവിധ ദുഃഖങ്ങളും നീങ്ങിക്കിട്ടുന്നു. മൂന്ന് വിധത്തിലുള്ള ദുഃഖങ്ങളെക്കുറിച്ച് വേദാന്തികൾ പറയുന്നു. അതായത് ജനന മരണാദി ആധ്യാത്മിക ദുഃഖം അത് ശരീരത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ജ്ഞാനായ ആത്മാവിന് ജനന മരണങ്ങളില്ല. കാമക്രോധ ദുഃഖങ്ങൾ അന്ധകരണമെന്നറിയപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിൽ വന്നു ചേരുന്നവയാണ്. ഭൂകമ്പം, അഗ്നിബാധ തുടങ്ങിയവ ഭൗതിക ദുഃഖങ്ങളാണ്. ഇവയൊന്നും ആത്മജ്ഞാനിയെ ബാധിക്കുന്നില്ല. ദുഃഖത്തിന്റെ മൂലകാരണം അവിദ്യയാണ്. ഒന്നിൽ പലതുണ്ടെന്ന ഭ്രമിക്കൽ അഥവാ പാമ്പിൽ കയറുന്ന തോന്നൽ ആണ് അവിദ്യ. ജഡനാമരൂപങ്ങളായി കാണപ്പെടുന്ന സകലതും പ്രാണപ്രവാഹത്തിന്റെ രൂപാന്തരം മാത്രമാണ്. ഈശ്വര കാരുണ്യവും ഗുരുപദേശവും ലഭിക്കുമ്പോൾ അവിദ്യ മായ മാറി
ജ്ഞാനപ്രകാശം തെളിയും. അവിദ്യ മാറി അദ്വൈത സ്ഥിതിബോധം തെളിയിലാണ് പണ്ടേ കണക്ക് വരുന്ന സ്ഥിതി. അതിനാണ് ഗുരുകൃപാ കടാക്ഷം ഉണ്ടാവേണ്ടത്. അടുത്തതായി ലക്ഷ്യപ്രാപ്തിക്കുള്ള സാധനാക്രമങ്ങളെ വിവരിക്കുന്നു. മൂന്നാം ഭാഗം, മൂന്നാം ശ്ലോകം നാളെ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നരകസന്താപനാശക ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ.